ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പുത്രദ ഏകാദശിയെ പറ്റിയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ഇട്ടു. എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്, ഭക്ഷണക്രമം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തെയും പാരണ വീടേണ്ടുന്ന സമയവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുളസീദേവിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴാണ് തുളസിയില പറിക്കേണ്ടത്, പറിക്കേണ്ടാത്തത് എപ്പോഴാണ്, തുളസിയില പറിക്കുമ്പോൾ നമ്മൾ ഏത് നാമമാണ് ജപിക്കേണ്ടത് എന്നുള്ള വീഡിയോകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വേണം ഏകാദശി എടുക്കാനായിട്ട്. ആ രീതിയിൽ തന്നെ ഏകാദശി എടുക്കുക. മറ്റ് ഏകാദശികളേക്കാൾ വളരെ പ്രത്യേകതയുള്ള ഏകാദശിയാണ്, ഫലസിദ്ധിയുള്ള ഏകാദശിയാണ് പുത്രദ ഏകാദശി. അതായത് പൗഷ് മാസത്തിലെ പുത്രദ ഏകാദശി കഥ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം, അതുപോലെ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടിയ അക്ഷതത്തിൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ കാണിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ അക്ഷതം. ഇത് കൂടാതെ എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഔദ്യോഗികമായ ഒരു നോട്ടീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ഒരു നോട്ടീസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ അക്ഷതം, അതായത് നമ്മുടെ സിന്ദൂരവും മഞ്ഞളും ചേർന്നിട്ടുള്ള ഈ അരി, ഇതിനു മുമ്പ് ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ അക്ഷതം ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോഴല്ല, കുറച്ച് 2-3 മാസത്തിന് മുമ്പ് നമ്മളുടെ നവരാത്രി സീരീസിലാണോയെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ പൂജ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത്. അതായത് പുഷ്പത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അക്ഷതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മഞ്ഞളും സിന്ദൂരവും കൂടി ചേർന്നിട്ടുള്ള അരിയാണ്. ഇത് വളരെ പുണ്യമാണ്. അവിടെ പൂജ ചെയ്തതിൻ്റെ പ്രസാദമാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. ഇത് നമ്മൾ ചുവന്ന ഒരു പട്ടിൽ കെട്ടി നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കണം. അത് വളരെ നല്ലതാണ്. ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാകും ചുവന്ന പട്ടിൽ കെട്ടി സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിലിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം, വെള്ള തുണിയിൽ കെട്ടി സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയാണെങ്കിലും ചുവന്ന പട്ടിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചാൽ ഒന്നും കൂടി ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ. നമുക്കങ്ങനെ ചെയ്യാം. പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്, ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ പോലും വിളക്കിൻ്റെ മുമ്പിൽ നമുക്കിത് വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറൊരു അക്ഷതം ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടോ, അതെനിക്ക് തിരുപ്പതിയിൽ നിന്ന് കിട്ടിയതാണ്. അതും ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ അതിൽ തൊഴുത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് കിട്ടിയതിന് ഇതിന് നമുക്കൊരു സിന്ദൂരവും കൂടെ ചേർന്ന ഒരു കളറാണ് അയോധ്യയിൽ നിന്നും കിട്ടിയത്. പക്ഷേ തിരുപ്പതിയിൽ നിന്നും കിട്ടിയത് പ്യുവർ മഞ്ഞ കളറാണ്, മഞ്ഞൾ മാത്രമാണ് അതിൽ ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇത് രണ്ടും ഞാൻ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്ക് അവിടെ നിന്നും കിട്ടിയ ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. അതായത് അയോധ്യയിലെ ക്ഷേത്രം ഇതേ രീതിയിലാണ്, അതിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി ഔദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയ നോട്ടീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. അതായത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നോട്ടീസാണ്. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പലർക്കും കിട്ടിയിട്ടുണ്ട്, എന്നാൽ കിട്ടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഞാനൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ നോട്ടീസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ലോകമെമ്പാടുമുള്ള രാമഭക്തരോടുള്ള അപേക്ഷ. പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ. ജനുവരി 22 ഉച്ചയ്ക്ക് 12 ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ പിറന്നു വീണ, പിച്ചവെച്ച് ഓടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷി നിർത്തി ബാലകരാമന് പ്രതിഷ്ഠാകർമ്മം. പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും കനലൊഴിയാത്ത നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഭവ്യഭാരതം വിജയമുഹൂർത്തത്തിലേക്ക് പദമൂന്നുന്നു. രാവണ വിജയം കഴിഞ്ഞ് സീതാലക്ഷ്മണ സമേതനായി ഭഗവാൻ എത്തുന്നത് സങ്കല്പിച്ച് എത്രയോ ദീപാവലികൾ നാം മനസ്സിലും മണ്ണിലും ദീപം തെളിയിച്ചു. രാമവിജയ മന്ത്രമുരുക്കഴിച്ച് എത്രയോ ദിനരാത്രങ്ങളിൽ കാലമാകെ തപമിരുന്നു. അധിനിവേശ ശക്തികൾ പലതവണ തച്ചുടച്ചിട്ടും നശിക്കാത്ത രാമമന്ത്രവും
രാമമന്ദിരവും നമ്മൾ തലമുറകളായി ഉള്ളിൽ പോറ്റി. അതിനുവേണ്ടി മാത്രം പോരാടി. രാമമന്ദിരം രാഷ്ട്രത്തിൻ്റെ അഭിമാന മന്ദിരമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉജ്ജ്വല മുഹൂർത്തം വന്നു ചേരുമെന്ന ഉറച്ച ബോധത്തിൽ നമ്മൾ രാമചന്ദ്ര സേനയായി. ഓരോ ഗ്രാമത്തിലും രാമക്ഷേത്രത്തിനായി ശിലകൾ ഒരുങ്ങി. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൽ നമ്മുടെ തലമുറയും അണിചേർന്നു. കർസേവ നടത്തി. ആയിരക്കണക്കിന് വ്രതധാരികൾ അയോധ്യയിലേക്ക് പോയി. പ്രീണനവും അടിമത്ത മനോഭാവവും കൊണ്ട് സ്വയം മറന്നുപോയ അധികാരിമാർ തീർത്ത അടിച്ചമർത്തലുകളെ ഇച്ഛാശക്തി കൊണ്ട് ചെറുത്തു തോൽപ്പിച്ചു. രാമഭക്തരുടെ ചോര കൊണ്ട് സരയു ചുവന്നു. രാമമന്ത്രം ഉരുക്കഴിച്ച് കർസേവകർ ബലിദാനികളായി. മരണത്തെയും വെല്ലുവിളിച്ച് അവർ തടസ്സങ്ങൾ തട്ടി നീക്കി. അഭിമാന മന്ദിരത്തിന് നമ്മൾ അടിക്കല്ല് പാകി. പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരനായ കാമേശ്വർ ചോപ്പാൽ അന്ന് പാകിയത് യഥാർത്ഥ രാമരാജ്യത്തിൻ്റെ ശില തന്നെയായിരുന്നു. കാലങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും സഹനത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ കോടാനുകോടി രാമഭക്തർക്കു മുമ്പിൽ നീതി കണ്ണു തുറന്നു. ധർമ്മമൂർത്തിയായ ഭഗവാന് രാമന് ഭവ്യമന്ദിരം ഒരുങ്ങി. ഇനി അടുത്ത ഒരു നോട്ടീസാണ് എല്ലാവരിലും രാമൻ, എല്ലാവരുടെയും രാമൻ. ആ വനവാസകാലം അവസാനിക്കുന്നു. സത്യപാലനത്തിന് കാട് പൂകിയ രാമൻ അസുര ശക്തികളെ അടക്കി മടങ്ങി വരുന്നു. ആ സേതു ഹിമാചലം, ആ രാമൻ്റെ പാദം പതിയാത്ത ഒരിടം ബാക്കിയില്ല. ആ നാമമോതാത്ത ഒരു നാവും ഉണ്ടാകില്ല. കുടിലും കൊട്ടാരവും കാടും മലയും കടലോരവും ഒരേ മനസ്സോടെ പ്രാർത്ഥനാനിരതമാവുന്ന ആ ദിവസം എത്തുകയാണ്. ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് ദേശാതിർത്തികൾ ഭേദിച്ച് ഒരേ ഒരു വികാരം, ഒരൊറ്റ നാമം പിറന്ന മണ്ണിൽ ആദർശ പുരുഷന് ക്ഷേത്രം നിർമ്മിക്കാൻ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും സാമഗ്രികൾ എത്തി. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് സാളഗ്രാമങ്ങൾ, കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണക്കല്ലുകൾ, ഭഗവാൻ രാമന് ആരതി ഒഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്ന് നാടൻ നെയ്യ്, ജാർഖണ്ഡിൽ നിന്ന് വനവിഭവങ്ങൾ, ലോകമെമ്പാടും നിന്ന് രാമായണങ്ങൾ, രാമഭക്തർ ജീവിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ശിലകൾ. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിൽ കൊണ്ടാടുന്ന രാമലീലയിൽ പങ്കെടുക്കാൻ അറബി നാടുകളിൽ നിന്നടക്കം 21 രാജ്യങ്ങളിലെ കലാപ്രതിഭകൾ. ഭഗവാൻ രാമൻ്റെ പ്രാണപ്രതിഷ്ഠ ലോകത്തിൻ്റെ മഹോത്സവമാകുന്നത് ഇങ്ങനെയാണ്. ജനുവരി 22-നാണ് പ്രാണപ്രതിഷ്ഠ. ലോകമാകെ അയോധ്യയിലേക്കാകുന്ന ആ പുണ്യദിനം എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളിലും ആഹ്ലാദത്തിൻ്റെ ഉത്സവമാണെന്ന്. ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മം കാണാൻ, അതിൽ മനസ്സർപ്പിച്ച് പങ്കുചേരാൻ രാവിലെ 11 മണി മുതൽ സംഘടിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ ഒത്തുചേരലുകളിൽ എല്ലാവരും വന്നു ചേരണമെന്നാണ് പ്രാർത്ഥന. വിളക്ക് തെളിയിച്ചും രാമവിജയ മന്ത്രം ചൊല്ലിയും നമുക്ക് എല്ലാ വീടുകളിലും എല്ലാ മനസ്സുകളിലും രാമരാജ്യത്തിൻ്റെ മഹോത്സവം കൊണ്ടാടാം. ഇത് ഒരു നോട്ടീസിൻ്റെ ഭാഗമാണ്. ഇനി രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ വിവരണമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രം പൗരാണിക നാഗരിക ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നീളം 380 അടി, കിഴക്ക് പടിഞ്ഞാറ് വീതി 250 അടി, ഉയരം 161 അടി. 20 അടി ഉയരമുള്ള 3 നിലകൾ, 392 തൂണുകൾ, 44 വാതിലുകൾ. താഴത്തെ നിലയിൽ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ബാലരൂപം ശ്രീരാമലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
ഒന്നാം നിലയിലെ ഗർഭഗൃഹത്തിൽ ശ്രീരാമ ദർബാർ. 5 മണ്ഡപങ്ങൾ: നൃത്തമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം. തൂണുകളിലും ഭിത്തികളിലും ദേവീദേവന്മാരുടെയും ദേവാംഗനമാരുടെയും പ്രതിമകൾ. കിഴക്ക് സിംഹദ്വാറിലൂടെ പ്രവേശനം. 32 പടികൾ, 16.5 അടി ഉയരം. ദിവ്യാംഗർക്കും പ്രായമായവർക്കും ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ വ്യവസ്ഥകൾ. 4 ചുറ്റിലും ദീർഘചതുരാകൃതിയിലുള്ള മതിലിന് 732 മീറ്റർ നീളം, 4.25 മീറ്റർ വീതി. മതിലിൻ്റെ 4 കോണുകളിൽ 4 ക്ഷേത്രങ്ങൾ: സൂര്യൻ, ശിവൻ, ഗണപതി, ഭഗവതി, തെക്കുഭാഗത്ത് ഹനുമാൻ, വടക്കുഭാഗത്ത് അന്നപൂർണമാതാ ക്ഷേത്രം. ക്ഷേത്രത്തിന് സമീപം പുരാതന കാലത്തെ സീതാകൂപ്പ്. രാമജന്മഭൂമി സമുച്ചയത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ: മഹർഷി വാൽമീകി, മഹർഷി വസിഷ്ഠൻ, മഹർഷി വിശ്വാമിത്രൻ, മഹർഷി അഗസ്ത്യൻ, നിഷാദരാജ് ഗുഹൻ, ശബരി മാതാവ്, അഹല്യാദേവി. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നവരത്ന കുബേര കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും ശ്രീരാമഭക്തർ ജടായുരാജൻ്റെ പ്രതിമ സ്ഥാപിക്കലും. ഇത്രയാണ് നോട്ടീസിൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. നോട്ടീസാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഞാനിത് കേൾപ്പിച്ചതിൻ്റെ കാരണം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മഹാദ്വാദശി, കൂർമ്മ ദ്വാദശി ദിവസമാണ് പ്രാണപ്രതിഷ്ഠ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അതായത് ഉപനയനത്തിന് മുൻപുള്ള ബാലനായിരിക്കുന്ന ഭഗവാന്റെ പ്രതിഷ്ഠ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് പോയി തൊഴാനായിട്ട് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഭഗവാൻ വിളിച്ചാലേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിലുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ, അതായത് ഭഗവാന്റെ ആ പ്രതിഷ്ഠ നടക്കുന്നത് ജാനുവരി 22-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 12-ന് ശേഷമുള്ള ആ ഒരു കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ആ നിമിഷത്തിലാണ് ആ പ്രതിഷ്ഠ നടക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മളെപ്പോഴും പറയുന്നതാണ്, കൂർമ്മ ദ്വാദശിയാണ്, മഹാദ്വാദശിയാണ്, ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ തലേദിവസം ഞായറാഴ്ച ഏകാദശി എടുത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആ പറഞ്ഞ സമയത്ത് പാരണ വീടിയതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ എങ്ങനെയാണോ ഏകാദശിക്ക് ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക. പരമാവധി ഉപവസിച്ചിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉപവസിക്കുക. വളരെ ലഘുവായ ആഹാരങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ആ രീതിയിലിരിക്കുക. മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പഴങ്ങളോ അതല്ലെങ്കിൽ ചൊവ്വരിയിട്ട് കാച്ചിയ പാലോ അതല്ലെങ്കിൽ നമ്മുടെ കരിക്കും വെള്ളമോ ഒക്കെ കുടിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. വിളക്ക് കത്തിക്കുക. ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ വലിയ പൂജകളും മന്ത്രോച്ചാരണങ്ങളും നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാർത്ഥന വളരെ വളരെ ഉത്തമമാണ്. അന്ന് പകൽ മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യം ഈ ലോകത്തുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് തന്നെ പ്രാർത്ഥിക്കുക. വൈകുന്നേരം നമ്മൾ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. ഭഗവാന് അക്ഷതം കിട്ടിയവരെല്ലാം ഭഗവാന്റെ മുമ്പിൽ നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മുടെ ദീപാവലിക്കോ അല്ലെങ്കിൽ തൃക്കാർത്തികയ്ക്കോ ഒക്കെ എങ്ങനെയാണോ വിളക്ക് കത്തിക്കുന്നത് അതുപോലെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. അന്നത്തെ ദിവസം നമ്മൾ രാമഭഗവാന്റെ, ശ്രീരാമൻ്റെ എന്തെങ്കിലും നാമങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നാമങ്ങൾ. ഞാൻ ഒരു നാമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വെച്ചേക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന നാമങ്ങൾ എല്ലാം നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ ജപിക്കാം. നിങ്ങൾ എന്ത് തന്നെ ആയാലും ഈ ഏകാദശിയും അതുപോലെ പിറ്റേ ദിവസത്തെ മഹാദ്വാദശിയും പൂർണ്ണമായ ആ ഉപവാസത്തിലോ അല്ലെങ്കിൽ വ്രതത്തിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ 100% ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യമുണ്ടാകും. നമുക്ക് ഓരോരുത്തർക്കും നന്മയേ ഉണ്ടാകൂ. അത് ചിന്തിക്കുക. പിന്നെ മഹാദ്വാദശി ദിവസത്തെ വ്രതം അവസാനിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി 7:30-ക്ക് ശേഷം അവസാനിപ്പിക്കാം. അതായത് മഹാദ്വാദശി ദിവസം തിങ്കളാഴ്ച ദിവസം രാത്രി 7:30-ക്ക് ശേഷം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ അതിലും ഉത്തമം
പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ വിളക്ക് കത്തിച്ച് നമ്മൾ പതിവ് പോലെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥമോ അതല്ലെങ്കിൽ ജലമോ കുടിച്ച് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുക പിറ്റേ ദിവസം രാവിലെ. അതല്ല രാത്രിയിൽ വ്രതം അവസാനിപ്പിക്കുന്നവരാണെങ്കിൽ 7:30 മണിക്ക് ശേഷം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. അതിൻ്റെ ആവശ്യമില്ല പിറ്റേ ദിവസം. കാരണം നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് എന്തെങ്കിലും കുറേശ്ശെ ലഘുവായിട്ട് പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഉപവസിക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ടാണ്, വയ്യെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സന്ധ്യയ്ക്ക് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 7:30 മണിക്ക് ശേഷം നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. തിങ്കളാഴ്ച ദിവസത്തെ വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയും ഈ പ്രാണപ്രതിഷ്ഠാ സമയത്തുള്ള പ്രാർത്ഥനയും ഒഴിവാക്കരുത്. ഏകാദശി നിങ്ങൾ ഇത്തവണത്തെ ഏകാദശി ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് പറ്റാത്ത ആളുകളാണ്, മെൻസസ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും പരമാവധി പ്രാർത്ഥിക്കുക, അത് ചെയ്യണം. അത് എല്ലാവരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.